എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടന, പ്രധാന നിയമങ്ങൾ കൂടാതെ പൊതുവിജ്ഞാന മേഖലയിൽ നിന്നും പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം ഓപ്ഷൻ ബി 11 മണി. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്നത് 11 മണിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിത BNSലെ വകുപ്പ് ഏതാണ്? ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഓപ്ഷൻ എ വകുപ്പ് 61. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ BNSലെ വകുപ്പാണ് 61. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം. ഇന്ത്യയിൽ TOA ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം ഓപ്ഷൻ ബി 1994. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയത് 1994 ഡൽഹിക്കായി പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഡൽഹിക്കായി പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ബി 239 AA. ഭരണഘടനാ അനുച്ഛേദം 239 AA ആണ് ഡൽഹിക്കായി പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? ഓപ്ഷൻ ഡി സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻ എ അനുച്ഛേദം 55. അനുച്ഛേദം 55 ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി ഓപ്ഷൻ എ 2014 ഓഗസ്റ്റ് 15. 2014 ഓഗസ്റ്റ് 15 ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്ന തീയതി. ചരക്ക് സേവന നികുതി നിലവിൽ വന്ന തീയതി ഏതാണ്? ഓപ്ഷൻ എ 2017 ജൂലൈ 1. GST ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഓപ്ഷൻ എ വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ലോക്സഭയുടെ മുൻഗാമി. ലോക്സഭയുടെ മുൻഗാമി ഓപ്ഷൻ ബി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ലോക്സഭയുടെ മുൻഗാമി. 1952 ഒറീസയുടെ ഗവർണറായത്. 1952 ഒറീസയുടെ ഗവർണറായത് ഓപ്ഷൻ എ ഫസൽ അലി. ഫസൽ അലിയായിരുന്നു 1952 ഒറീസയുടെ ഗവർണറായത്. ഏതു വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവത്കൃതമായത്? ഏതു വർഷമായിരുന്നു മഹാരാഷ്ട്രയിൽ ലോകായുക്ത
രൂപവത്കൃതമായത്? ഓപ്ഷൻ ബി 1971. 1971 മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവത്കൃതമായത്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ഓപ്ഷൻ ഡി ലോകായുക്ത. ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ചത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയായിരുന്നു. ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം. ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ കേന്ദ്രങ്ങളാണ് ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം. ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസ്സാക്കിയത് എന്നാണ്? ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസ്സാക്കിയത് എന്നാണ്? ഓപ്ഷൻ ബി 2016 ഓഗസ്റ്റ്. 2016 ഓഗസ്റ്റിലായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസ്സാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സണായിരുന്നത്? ഓപ്ഷൻ ബി MN വെങ്കടചെല്ലയ്യ. MN വെങ്കടചെല്ലയ്യ ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ഓപ്ഷൻ ഡി ഗുരുപാദസ്വാമി കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ഗുരുപാദസ്വാമി കമ്മിറ്റി. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 15(1) ബന്ധപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണവും ആയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഗവൺമെൻറ്റിനെയും നീതിന്യായ വ്യവസ്ഥയും ബഹുമാനിക്കുക, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ഗവൺമെൻറ്റിനെയും നീതിന്യായ വ്യവസ്ഥയും ബഹുമാനിക്കുക എന്ന പ്രസ്താവനയാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത്. ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് യാനം ജില്ല? ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് യാനം ജില്ല? ഓപ്ഷൻ സി മദ്രാസ്. മദ്രാസ് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് യാനം ജില്ല. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ എത്ര പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ എത്ര പേരായിരുന്നു ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ ഡി 284. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ 284 പേരായിരുന്നു ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഹിന്ദി. ഇംഗ്ലീഷും ഹിന്ദി ഭാഷകളിലുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയത്.
വനിതാ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വനിതാ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് വനിതാ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ സി അനുച്ഛേദം 17. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഉറപ്പു നൽകുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ബി 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയായിരുന്നു മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം. ഓപ്ഷൻ ബി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം. ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നത്. വിവരാവകാശ നിയമം RTI ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ ബി 2005. 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 73ാം ഭേദഗതി. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയായിരുന്നു 73ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ സി അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ. വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 61ാം ഭേദഗതി. വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭേദഗതി. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? ഓപ്ഷൻ സി 7ാം ഷെഡ്യൂൾ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് 7ാം ഷെഡ്യൂൾ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ, ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 44ാം ഭേദഗതി. 1978 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും
നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഓപ്ഷൻ സി 65 വയസ്സ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഇന്ത്യയിൽ ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 25. ഇന്ത്യയിൽ എല്ലാ വർഷവും ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 356. അനുച്ഛേദം 356 ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 368. അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. പൗരന്മാരുടെ മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? പൗരന്മാരുടെ മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഭാഗം 4A. പൗരന്മാരുടെ മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4A. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ്? ഓപ്ഷൻ ബി 10ാം ഷെഡ്യൂൾ. 10ാം ഷെഡ്യൂളാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ. ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ പ്രതിഭാ പാട്ടീൽ. പ്രതിഭാ പാട്ടീലാണ് ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി അനുച്ഛേദം 360. അനുച്ഛേദം 360 ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 86ാം ഭേദഗതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയായിരുന്നു 86ാം ഭേദഗതി. ലോക്സഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോക്സഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 104ാം ഭേദഗതി. 2019 104ാം ഭേദഗതിയാണ് ലോക്സഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണത്തലവൻ ആരാണ്? ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണത്തലവൻ ആരാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണത്തലവൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.